അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ, ഓർക്കുവാൻ, പറയുവാൻ, സ്മരിക്കുവാൻ നിർമ്മിതമായിട്ടുള്ള സ്ഥാപിതമായിട്ടുള്ള മസാജിദുകൾ അഥവാ പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഈ ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടൊരു ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു തആല സ്വർഗീയമായ ഭവനങ്ങൾ ആ നിർമ്മിച്ചതായ വ്യക്തിക്ക് നൽകും. അത്രത്തോളം വലിയ ശ്രേഷ്ഠവും സ്ഥാനവും ഒക്കെയാണ് പള്ളിക്കുള്ളത്. ഇനി ആ പള്ളിയിൽ ഭജനമിരിക്കുന്നവരുടെ അവസ്ഥയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഒടുവിലത്തെ 10 പൂർണ്ണാർത്ഥത്തിൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നുള്ള ഹദീസുകൾ അതുമായി സംബന്ധിച്ച് ധാരാളം നാം കേട്ടിട്ടുള്ളതാണ്. നാം ഇപ്പോൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഭജനമിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ഇബാദത്തായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇമാം തൊബറാനി രേഖപ്പെടുത്തുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഒരു പ്രവാചക വചനത്തിൽ കാണാം, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ നിന്നും അള്ളാഹുവിന് ഏറെ പ്രിയമുള്ളവർ, ഏറെ ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ, ജനങ്ങൾക്ക് ഏറെ ഉപകാരം, ഗുണം, നന്മ ചെയ്യുന്നവരാണ്. തുടർന്ന് പറയുന്നു, വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്. കർമ്മങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളതായ പ്രവർത്തനം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. ഒരു വിശ്വാസിയായ മനുഷ്യനിക്ക് ഒരു സന്തോഷം ഉളവാക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, സന്തോഷമുണ്ടാകുന്നതായ ഒരു നന്മ, ഒരു പ്രവർത്തനം ചെയ്യലാണ്. അല്ലെങ്കിൽ ഔ തഖ്ശിഖു അൻഹു കുർബത്തൻ, അവൻ്റെതായ ഒരു കുർബത്തിനെ, ഒരു ക്ലേശത്തിനെ, പ്രയാസത്തിനെ ദൂരീകരിക്കലാണ്. അതുമല്ലെങ്കിൽ ഔ തുഖ്ലി അൻഹു ദൈന, കടക്കണിയിൽപ്പെട്ട് കുടുംബം തന്നെ ജപ്തിയായി പോകുന്ന തരത്തിൽ, മറ്റുള്ളവരുടെ മുന്നിൽ സ്വാത്മാഭിമാനം നഷ്ടപ്പെടുന്നതായ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കടക്കാരനെ അവൻ്റെതായ കടം വീടുന്നതിന് വേണ്ടിയിട്ട് അവനെ സഹായിക്കലാണ്. ഔ തുത്റദു അൻഹു ജൂഅൻ, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, ആവശ്യത്തിന് ആഹാരം പോലും വാങ്ങിച്ച് കഴിക്കാൻ ഉള്ള സാമ്പത്തികമായ, ഭൗതികമായ സാഹചര്യങ്ങളില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസത്തെ ദൂരീകരിക്കലാണ്. അതായത് അവൻ്റെ വിശപ്പകറ്റലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്നിട്ട് പറയുന്നുണ്ട്, വല അൻ അംശി മഅ അഖിൻ ലീ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅ്തിഫ ഫീ ഹാദൽ മസ്ജിദി യഗ്നി മസ്ജിദൽ മദീനത്തി ഷഹ്റ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു പ്രയാസം, ഒരു ക്ലേശം, ഒരു ബുദ്ധിമുട്ട്, അവൻ്റെ ഒരു ആവശ്യം ദൂരീകരണം നടത്തുന്നതിന് വേണ്ടി അവനോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്നതിന്, ഒപ്പം നടന്ന് അവൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ദൂരീകരിക്കുന്നതിനെയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എൻ്റെ മസ്ജിദാകുന്ന മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഒരു മാസത്തോളം ഭജനമിരിക്കുന്നതിനേക്കാൾ, നമുക്കറിയാം പള്ളിയിൽ ഭജനമിരിക്കുക ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പരിശുദ്ധമായ ഖുർആനോദി തക്ബീറും തസ്ബീഹും തഹ്ലീലുകളുമായിട്ട് അള്ളാഹുവിനോടുള്ള ആ ഇലാഹിയായ സ്മരണയിലായിട്ട് പള്ളിയിൽ കഴിയുന്നതിനേക്കാളും ഞാൻ പ്രിയം വെക്കുന്നത് എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു ക്ലേശത്തിനെ, ഒരു പ്രയാസത്തിനെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവനോടൊപ്പം നടക്കുന്നതാണെന്ന് ആദരവായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പലവിധം കൂട്ടരെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ക്ഷമാശീലരെ, പശ്ചാത്തപിക്കുന്നവരെ, ശുദ്ധിയുള്ളവരെ എന്ന് തുടങ്ങി പരോപകാരികളെ, പലവിധം ആളുകളെ അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് കൊണ്ട് ചോദിക്കുകയുണ്ടായി, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ലഭിക്കുന്നവനെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും, ഒരു വ്യക്തിയെപ്പറ്റി അവൻ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ് എന്ന് പറയണമെങ്കിൽ സാമൂഹിക സേവന രംഗത്ത് സജീവ സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്നവനായിരിക്കണം. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട ജനസേവകൻ
ഏത് തരത്തിൽ പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻകടന്നതായ ഹദീസിലൂടെ നാം പറഞ്ഞു വെച്ചത്. വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മനതലങ്ങൾക്കുള്ളിൽ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആമോദത്തിൻ്റെതായ എന്തെങ്കിലും കണിക അവനിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏതൊക്കെ രൂപത്തിലാക്കാം പ്രിയമുള്ളവരെ? ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തിൽ കൊടിയ വിശപ്പിൽ കഴിഞ്ഞുകൂടുന്നതായ കുടുംബത്തിന് ഭക്ഷണത്തിന്, അന്നത്തിന് വകയുണ്ടാക്കി കൊടുക്കലിലൂടെ, കടക്കണിയിലൂടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യത നിരക്കാത്ത രീതിയിലേക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ളതായ അവസ്ഥയിലേക്കൊക്കെ ജനങ്ങൾ വഴുതിപ്പോകുന്നതായ സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ അവർക്ക് സമ്പൂർണമായ സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊണ്ട അവരുടെ കടക്കെണികൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ കയറിക്കടക്കാടമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, വസ്ത്രമില്ലാത്തവർക്ക് ഉടുതുണി നൽകുന്ന, അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തിയിൽ മനസ്സിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്വാന്തനത്തിൻ്റെ വർത്തമാനം കൊണ്ട് അവരുടേതായ മനതലങ്ങൾ സന്തോഷത്തിൻ്റെ കുളിർമഴ പെയ്യിപ്പിച്ച് മനസ്സിന് സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ തീരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതായ ജനസേവകൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതനാണ്. അള്ളാഹു തആല നമ്മെ ഏവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ, ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ.